ശ്രദ്ധിക്കുക, ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല. ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കൂ. ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ ഡ്രൈവിംഗ് ടിപ്സ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾക്ക് കാറ് റോഡിൽ ഓടിക്കുമ്പോൾ ഒരു പേടിയുണ്ടോ? ഒരു ആത്മവിശ്വാസ കുറവുണ്ടോ? ഓപ്പോസിറ്റ് ഏതെങ്കിലും ഒരു വണ്ടിയെ പെട്ടെന്ന് കാണുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകുന്നു, നമ്മുടെ വണ്ടി അവരുടെ വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു പേടി, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ? അതുപോലെ തന്നെ റോഡിൽ വണ്ടി ഓടിക്കുന്ന സമയത്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയാതെ റോഡിൽ നിന്ന് വണ്ടി വെളിയിലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ റോഡിൻ്റെ നടുക്കോട്ട് പോകുന്ന ഒരു സിറ്റുവേഷൻ. ഇനി അതുപോലെ തന്നെ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലൂടെ ആരെങ്കിലുമൊക്കെ നടന്നു പോയാൽ അവരെ നമ്മുടെ വണ്ടി ഇടിക്കുമോ എന്നുള്ളൊരു പേടി, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്കുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടിരിക്കണം. നിങ്ങളൊരു വണ്ടി ഓടിക്കുമ്പോൾ ക്രമത്തിൽ ചില കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കുണ്ടാകുന്ന ഇത്തരത്തിലുള്ള പേടി പൂർണ്ണമായിട്ട് മാറ്റിയ ഒരു വാഹനം ഏറ്റവും മികച്ച രീതിയിൽ ഓടിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ വീഡിയോയാണ് വണ്ടി ഓടിച്ച് ഞാൻ കാണിച്ചു തരാം. ഈ കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് പ്രാക്ടീസ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരിക. അതോടൊപ്പം തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പ്രവേശിക്കുക. ഇനി ഞാൻ നിങ്ങളെ റോഡിൽ വണ്ടി ഓടിച്ച് കാണിച്ചു തരാം. നിങ്ങൾക്ക് പേടി മാറാനായിട്ട് ക്രമത്തിൽ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരാം. ബേസിക് ആയിട്ടുള്ള കാര്യം ആദ്യം പറയാം. ഒരു വണ്ടി ഏറ്റവും പതിയെ സ്ലോയിൽ ഒരു വാഹനത്തെ മൂവ് ആക്കാനും പെട്ടെന്നൊരു വാഹനത്തെ നിർത്താനും നിങ്ങൾ പഠിക്കണം. ഒരു വാഹനം പഠിച്ചു തുടങ്ങുമ്പോൾ ഒരു ബിഗിനറിൻ്റെ ആദ്യത്തെ ഒരു മിസ്റ്റേക്കാണ്, വാഹനം എടുക്കുമ്പോൾ ആക്സിലേഷൻ കൂടിപ്പോയി വളരെ വേഗത്തിൽ വാഹനം മുന്നോട്ട് എടുക്കാറുണ്ട്. അങ്ങനെ എടുക്കുന്ന സമയത്ത് സ്റ്റിയറിംഗ് ഒക്കെ ഏതെങ്കിലും ഒരു സൈഡിലേക്കൊക്കെ തിരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ ആ ഒരു സൈഡിലേക്ക് വണ്ടി പോകും, അപകടങ്ങൾ ഉണ്ടാകും. അപ്പോൾ ഒരു വാഹനത്തെ പതിയെ മൂവ് ആക്കാനും പതിയെ നിർത്താനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് ലഭിക്കും. നിങ്ങൾ അല്ലെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കുക. ഞാനിത് വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇനി അത് നിങ്ങൾ ചെയ്യേണ്ടത് കൃത്യമായിട്ട് വണ്ടി ക്ലച്ചിലും ബ്രേക്കിലും വന്ന് സ്റ്റാർട്ട് ചെയ്യുക. പ്രോപ്പറായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം നിങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് ബ്രേക്കേ കാല് വെക്കുക. വെച്ചിട്ട് ക്ലച്ചിൽ നിന്ന് അതേ പതിയെ കാലയച്ചിട്ട് നമ്മൾ ഹാഫ് ക്ലച്ചിൻ്റെ ബൈറ്റിംഗ് പോയിന്റ് മനസ്സിലാക്കുക. അതായത് ഹാഫ് ക്ലച്ച് വണ്ടി മൂവ് ആകുന്ന പൊസിഷൻ, അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മൾ ക്ലച്ചിൽ വരുന്ന സമയത്ത് വണ്ടിക്കകത്ത് ഒരു വൈബ്രേഷൻ ഉണ്ടാകും ഹാഫ് ക്ലച്ചിൻ്റെ. ആ ഒരു വൈബ്രേഷൻ ലെവലിൽ വന്നിട്ട് നമ്മൾ ബ്രേക്കിൽ നിന്ന് കാല് പതുക്കെ എടുത്തു മാറ്റുക. അപ്പോൾ വണ്ടി മൂവ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. ഒരു കാരണവശാലും അളവ് കൂടരുത്. ലൈറ്റായിട്ട് ഇത്തരത്തിൽ ലൈറ്റായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. അതിനുശേഷം പതിയെ ആ ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് വണ്ടി ഇങ്ങനെ മൂവ് ആക്കുക. മൂവായി തുടങ്ങിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, ക്ലച്ചിൽ നിന്ന് പതിയെ കാലെടുത്തിട്ട് ഫ്ലോറിൽ വെക്കുക. എന്നിട്ട് പതുക്കെ ആക്സിലേഷൻ കൊടുക്കുക. ആക്സിലേഷൻ്റെ അളവ് കൂടരുത്. ഇങ്ങനെ പതുക്കെ കൊടുത്തിട്ട് പതിയെ ഇങ്ങനെ ഒരു വാഹനത്തെ മൂവ് ആക്കുക. ഇങ്ങനെ മൂവ് ആക്കിയിട്ട് പെട്ടെന്നൊന്നും വാഹനത്തെ നിർത്താനായിട്ട് ശ്രമിക്കുക. നിർത്തുമ്പോൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ക്ലച്ച് ചവിട്ടിയിട്ട് ബ്രേക്കിൽ ഇങ്ങനെ വന്നിട്ട് വാഹനത്തെ നിർത്തുക. ഇത് നിങ്ങൾ കുറേ അധികം സമയം ഒന്ന് എടുത്ത് പ്രാക്ടീസ് ചെയ്യുക. ഇനി നിങ്ങളുടെ വാഹനം ഒരു സ്ലോപ്പിലാണ് കിടക്കുന്നതെങ്കിൽ, ഒരു കയറ്റത്താണ് കിടക്കുന്നതെങ്കിൽ പതിയെ മൂവ് ആക്കാനായിട്ട് പഠിക്കണം. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്, ബ്രേക്ക് പെഡലെ കാല് വെക്കുക. ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് മനസ്സിലാക്കുക. അപ്പം നമുക്ക് വാഹനത്തിൻ്റെ ഉള്ളിൽ ഒരു വൈബ്രേഷൻ വരും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യണം, ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് ആക്സിലേഷൻ കൊടുക്കുക. കൊടുത്തിട്ട് കയറ്റത്തെടുക്കുക. അപ്പോൾ കയറ്റത്തായതുകൊണ്ട് തന്നെ ആക്സിലേഷൻ്റെ അളവ് ഒരു നിരപ്പത്ത് എടുക്കുന്നതിനെ അപേക്ഷിച്ച് കുറച്ചും കൂടെ കൊടുക്കണം. കുറച്ചും കൂടെ ഞാൻ ആക്സിലേഷൻ കൊടുക്കുന്നു. അതിനുശേഷം ക്ലച്ചിൽ നിന്ന് പതിയെ കാലയച്ച് ചെറിയ കയറ്റ നിങ്ങൾ വണ്ടി ഇങ്ങനെ മൂവ് ആക്കുക. വണ്ടി നിർത്തേണ്ട സാഹചര്യം വരുമ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും വന്ന് വണ്ടി നിർത്തുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള ഒരു ആത്മവിശ്വാസം ലഭിക്കും. ഇനി രണ്ടാമത് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു പോയിന്റ്, നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതായത് രണ്ടാമത്തെ ഒരു പോയിന്റ്, പല ആൾക്കാർ വണ്ടി ഇങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയാതെ വരുന്നു. ഇങ്ങനെ ചേർന്ന് വരുന്ന സമയത്ത് ഒന്നെങ്കിൽ വണ്ടി എന്ത് ചെയ്യും, ഈ റോഡിൻ്റെ കട്ടിങ്ങും കഴിഞ്ഞ് വെളിയിലേക്ക് ഇങ്ങനെ പോകും. ഇങ്ങനെ പോകുന്ന സമയത്ത് വീണ്ടും റോഡിലേക്ക് കയറാനായിട്ട് സ്റ്റിയറിംഗ് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് പിടിക്കും. അപ്പോൾ വീണ്ടും വണ്ടി എന്ത് ചെയ്യും, റോഡിൻ്റെ റൈറ്റ് സൈഡിലേക്ക് പോകും. അങ്ങനെ റോഡിൽ വണ്ടി വളഞ്ഞു പൊളഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ബിഗിനറിന് ഉണ്ടാകാറുണ്ട്. അപ്പോൾ റോഡിൻ്റെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് നിങ്ങൾ ഓടിക്കണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നിങ്ങൾ ഡാഷ്ബോർഡിൻ്റെ സെൻറ്റർ നോക്കുക. സെൻട്രലായിട്ട് ഞാൻ ഇവിടെ ഒരു അടയാളം കൊടുത്തിട്ടുണ്ട്. ഈ ഒരു അടയാളവും റോഡിൻ്റെ ദീർഘദൂര എൻഡും കൂടെ നോക്കുക. ലെഫ്റ്റ് സൈഡ് എൻഡ് നോക്കുക. എന്നിട്ട് നിങ്ങൾ ഫസ്റ്റ് ഗിയറിൽ ഞാൻ പറഞ്ഞ പോലെ പതിയെ വാഹനത്തെ ഓടിക്കുക. ഇങ്ങനെ പതിയെ ഓടിക്കുമ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡ് ചേർന്ന് വണ്ടി ഓടിക്കാം. ഏകദേശം ഈ ഒരു സെൻറ്ററിൻ്റെ വെളിയിലേക്കാണ് നമുക്ക് ഈ റോഡിൻ്റെ എൻഡ് പോകുന്നതെങ്കിൽ ഇപ്പം നിങ്ങൾ നോക്കുക, വെളിയിലിറങ്ങി. അപ്പോൾ നമുക്കറിയാം വാഹനം റോഡിൻ്റെ വെളിയിലാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വീണ്ടും റോഡിലേക്ക് ഇങ്ങനെ കയറാനായിട്ട് ശ്രമിക്കുക. പിന്നെ നിങ്ങൾ
മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ആദ്യമൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കുമ്പോൾ റോഡിൻ്റെ വെളിയിൽ വണ്ടി പോകും, അത് സ്വാഭാവികമാണ്. എന്നാൽ നമ്മൾ കുറേയധികം കാലം ഇതിങ്ങനെ ഡെയിലി പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ഒരു വിഷയത്തിന് പരിഹാരം കണ്ടെത്താനായിട്ട് കഴിയും. അപ്പോൾ ആദ്യം ഉണ്ടാകുന്ന ഈ ഒരു പ്രോബ്ലത്തെ നിങ്ങൾ കൂടുതലായിട്ട് ഒരു പ്രശ്നമായിട്ട് നിങ്ങൾ കാണേണ്ടതായിട്ട് ഇല്ല. ഇനി നിങ്ങൾക്ക് മൂന്നാമത്തെ ഒരു പോയിന്റ് പറയാം. പല ആൾക്കാർക്കും ഒരു വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കിയെടുക്കാൻ കഴിയത്തില്ല. ഇനി ഗിയറിൻ്റെ പൊസിഷൻ മനസ്സിലാക്കി വണ്ടി ഓടിക്കുന്ന സമയത്ത് എല്ലാ ഗിയറും ഇട്ട് ഓടിക്കാനായിട്ട് കഴിയാതെ വരുന്ന ഒരു സിറ്റുവേഷൻ പലർക്കും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത്, കൃത്യമായിട്ട് നിങ്ങളുടെ വാഹനത്തിൽ ഇരുന്നിട്ട് നിങ്ങൾ ഗിയർ ലിവറിൽ നോക്കാതെ കൃത്യമായിട്ട് റോഡിൽ നോക്കിക്കൊണ്ട് എല്ലാ ഗിയറും ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇതേ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഫോർത്തിൽ നിന്ന് തേർഡ്, സെക്കൻഡ്, ഫസ്റ്റ്. ഇതിങ്ങനെ നിങ്ങളുടെ വാഹനത്തിലിരുന്ന് കുറേ അധികം സമയം പ്രാക്ടീസ് ചെയ്യുക. അങ്ങനെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിലെ ഓട്ടോമാറ്റിക്കായിട്ട് ഗിയർ, ഓരോ ഗിയറിൻ്റെ ആ ഒരു പൊസിഷൻ മനസ്സിലാക്കിയെടുക്കും. പിന്നെ നമുക്ക് വാഹനം ഓടിക്കുന്ന സമയത്ത് ഗിയർ ഏതാണെന്നുള്ളൊരു സംശയം വരത്തില്ല. കാരണം നമ്മൾ ഗിയർ ലിവറിലേക്ക് അറിയാതെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ കൈ പറയും നമ്മുടെ ഗിയർ ഫസ്റ്റാണ്, അല്ലെങ്കിൽ സെക്കൻഡാണ്, തേർഡാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ വാഹനത്തിൽ ഇരുന്ന് കുറേയധികം സമയം നമ്മൾ ഗിയർ ലിവറിൽ നോക്കാതെ നേരെ നോക്കിക്കൊണ്ട് ഗിയർ ഇട്ട് പ്രാക്ടീസ് ചെയ്യുക. ഇനി അതുപോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, തുടക്കത്തിൽ നിങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഈ 3 ഗിയർ ഇട്ട് നിങ്ങൾ വാഹനം ഓടിച്ച് ശീലിക്കുക. കുറച്ച് ദൂരമൊക്കെ ഓടിച്ച് നിങ്ങൾക്ക് ഒരുവിധം കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം 4th, 5th ഗിയർ ഇട്ട് ഓടിക്കുക. ഇനി ഫസ്റ്റിലിട്ട് നമ്മളിത് ഇത്തരത്തിൽ സ്ലോ ആയിട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ലെഫ്റ്റ് സൈഡ് ഉറപ്പ് വരുത്തുക. അതിനുശേഷം എന്ത് ചെയ്യണം, ക്ലച്ച് ചവിട്ടിയിട്ട് സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക, ക്ലച്ചിൽ നിന്ന് കാലയക്കുക. അതിനുശേഷം നിങ്ങൾ കുറച്ച് ദൂരം സെക്കൻഡ് ഗിയറിൽ തന്നെ ഇത്തരത്തിൽ ഓടിച്ചു പോവുക. ഇപ്പം നിങ്ങൾ നോക്കുക, പെട്ടെന്ന് നമുക്ക് വണ്ടി നിർത്താനായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള സാഹചര്യം വരുമ്പോൾ നമുക്ക് ക്ലച്ചിലും ബ്രേക്കിലും ചവിട്ടി വാഹനത്തെ നിർത്താനും സ്ലോ ചെയ്യാനായിട്ടും കഴിയും. നിങ്ങൾ നോക്കുക, ഇപ്പോൾ ക്ലച്ചിലും ബ്രേക്കിലും ആണ് എൻ്റെ കാല് വരുന്നത്, സെക്കൻഡ് ഗിയറിലാണ് നമ്മുടെ വാഹനം ഇപ്പോൾ പോകുന്നത്. ഇനി അടുത്തൊരു ഗിയർ നിങ്ങൾ കൊടുത്തു നോക്കുക. ബ്രേക്ക് കാല് ഞാൻ വെക്കുന്നു, ലെഫ്റ്റ് സൈഡ് ആണെന്ന് ഉറപ്പ് വരുത്തുന്നു. അതിനുശേഷം ക്ലച്ച് ചവിട്ടിയിട്ട് തേർഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു, ക്ലച്ചിൽ നിന്ന് കാലയക്കുന്നു. ഓക്കെ, അതിനുശേഷം ബ്രേക്കിൽ നിന്ന് കാലെടുത്തിട്ട് ചെറുതായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് തേർഡ് ഗിയറിലാണ് പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പരമാവധി ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ഗിയറിൽ നിങ്ങൾ കുറച്ച് ദൂരം ഓടിക്കുക. ഇങ്ങനെ ഓടിച്ചു കഴിയുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് സ്പീഡിൽ ഓടിക്കേണ്ടതായിട്ടുള്ള കാര്യം വരത്തില്ല. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവറേജ് വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്ത് ഓടിക്കാൻ കഴിയും. കാരണം തേർഡ് ഗിയറിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം ഒരു 40 കിലോമീറ്റർ വേഗത അല്ലെങ്കിൽ ഒരു 30 കിലോമീറ്റർ ഒക്കെ വേഗതയിൽ ഓടിക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു വാഹനത്തെ പതിയെ ഓടിക്കാൻ കഴിയും, സ്റ്റിയറിംഗ് കൺട്രോൾ നിങ്ങൾക്ക് കിട്ടും. ഇനി ആവറേജ് നിങ്ങൾ കുറച്ച് ദിവസം ഇങ്ങനെ ഓടിച്ചൊരു പ്രാക്ടീസ് ആയതിനു ശേഷം പിന്നെ വണ്ടിക്ക് മൂവ് ആക്കിയിട്ട് നിങ്ങൾ 4th ഗിയറും കൂടെ കൊടുക്കുക. 4th ഗിയർ കൊടുക്കുക, പിന്നെ 5th ഗിയറും കൊടുത്ത് പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും പോയിന്റ് നിങ്ങൾ പ്രധാനമായിട്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 4-5 ദിവസം നിങ്ങൾ ഡെയിലി ഒന്ന് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പേടിയൊക്കെ ഒരു പരിധി വരെ മാറും. നമുക്ക് പേടി കൂടുതൽ ഉണ്ടാകുന്നത് ഒന്ന് ലെഫ്റ്റ് സൈഡ് ചേർന്ന് ഓടിക്കാൻ കഴിയാത്തത് കൊണ്ട്, അതുപോലെ തന്നെ ഒരു വാഹനത്തെ പതിയെ മുന്നോട്ട് മൂവ് ആക്കാനായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ട്, കയറ്റത്തൊരു വാഹനം മുന്നോട്ടെടുക്കാൻ കൃത്യമായിട്ട് അറിയാത്ത സാഹചര്യം വരുന്നതൊക്കെ കൊണ്ടാണ് നമുക്ക് ഏറ്റവും പേടി ഉണ്ടാകുന്നത്. അപ്പോൾ ആ പേടി മാറാനായിട്ട് ഈ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പേടി മാറി ഏറ്റവും കോൺഫിഡൻറ്റോടെ ഒരു വാഹനം നിങ്ങൾക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഗുണമായെങ്കിൽ നിങ്ങളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഒപ്പം മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.